മോഹൻലാൽ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു വീട് ആഗ്രഹിക്കുന്നതിനെ കൂടുതൽ ആ വീട് നമ്മളെയും കൂടി ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞ പോലെ. ഒരു 90% ആൾക്കാർ ജീവിതത്തിലെ ഒരു വീട് വെക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് അതൊരു വലിയൊരു സ്വപ്നമാണ്. ഒരു വീട് പണിയണ ഒരാളെ സംബന്ധിച്ച് 3 രീതിയിൽ ആൾക്ക് പണിയാം. വീടെന്ന സ്വപ്നം എല്ലാവർക്കും ഉള്ളതാണ്. സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് അവരുടെ ഇഷ്ടഭവനം നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഡൊമോസ്കേപ്പ് കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ MD മിസ്റ്റർ ടോണി ജോർജ് ആണ് ഇന്ന് നമ്മളുടെ ഈ വേദിയിൽ എത്തിയിരിക്കുന്നത്. വെൽക്കം ടോണി ടു ദ ഷോ. നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് ടോണിയെക്കുറിച്ച് കേൾക്കുന്ന അല്ലെങ്കിൽ ഡൊമോസ്കേപ്പ് കൺസ്ട്രക്ഷനെ കുറിച്ച് അറിയുന്നതെന്ന് പറയുന്നത് 0 ഇൻട്രസ്റ്റിൽ EMI, അതായത് സാധാരണക്കാർക്കെല്ലാം തന്നെ എല്ലാവർക്കും സ്വപ്നമാണ് വീട് പണിയാൻ. പല ആളുകളും ഈ പറയുന്ന പോലെ അതിനുവേണ്ടിയുള്ള പണം സ്വരൂപിച്ച് വീട് പണിയുന്നു, പല ആളുകളും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട് പണിയുന്നു. അപ്പോഴാണ് ഒരു നൂതനമായ ആശയം ഞാൻ കേൾക്കുന്നത്. അതായത് 0 ഇൻട്രസ്റ്റിൽ തവണകളായിട്ട് അടയ്ക്കുന്ന EMI വ്യവസ്ഥയിൽ വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ഡൊമോസ്കേപ്പ് കൺസ്ട്രക്ഷൻസ്. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു സ്കീം, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നൂതനാശയം എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുവന്നത്? ആദ്യമായി ഇത് നമ്മൾ തുടങ്ങിയ ഒരു ആശയമല്ല. ഇതിന് മുന്നേ ഒരുപാട് കമ്പനീസ് ചെയ്യുന്നുണ്ട്, നമ്മളും അതിൽ വൺ ഓഫ് ദി കമ്പനിയാണ്. അപ്പോൾ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ സാധാരണക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ആരായാലും ഒരു വീട് വീട് പണിയാന്നുള്ളൊരു സംഭവം അവർക്ക് ഫുൾ എമൗണ്ട് കയ്യിൽ വെച്ചിട്ടായിരിക്കില്ല എപ്പോഴും വീട് പണിയാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു പകുതി പൈസ അല്ലെങ്കിൽ ലോൺ ആണെങ്കിൽ പോലും ചിലപ്പോൾ ഫുൾ എമൗണ്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് ഒരു സർവീസ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കും. അതായത് നമ്മളിപ്പം മുഴുവൻ തുകയും നമ്മൾ EMI ആയിട്ടാണോ കൊടുക്കുന്നത്, അതോ ഘട്ടം ഘട്ടമായിട്ടാണോ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്? നമ്മൾ ആക്ച്വലി ടോട്ടൽ ബഡ്ജറ്റിൻ്റെ 60% തുക മാത്രമാണ് കസ്റ്റമറിൻ്റെ നിന്ന് മേടിക്കുന്നത്. അത് ഒരുമിച്ചല്ല, അതൊരു 5 വർക്കിൻ്റെ ഒരു 5 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ആ പേയ്മെൻറ്റ് മേടിക്കുന്നത്. ബാലൻസ് വരുന്ന 40% ആണ് നമ്മൾ കമ്പനിയുടെ സൈഡിൽ നിന്നിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ വരുന്ന 40% ഇവർ 50 മാസ തവണകളായിട്ട് തിരിച്ചടച്ചാൽ മതി. ഇത് നമ്മൾ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും മേടിക്കുന്നില്ല. ഓക്കെ, ആദ്യത്തെ ഈ 60% പറഞ്ഞല്ലോ, അത് എങ്ങനെയാണ്, എത്ര തവണകളായിട്ടാണ് മേടിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ആരംഭം മുതൽ എങ്ങനെയാണ്? അത് വർക്കിൻ്റെ 5 സ്റ്റേജ്, അതായത് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ ബെൽറ്റ്, ബ്രിക്ക് വർക്ക്, ലിൻഡൽ, സ്ലാബ്. അത് മെയിൻ വർക്ക് വരെയാണ്, മെയിൻ സ്ലാബ് വരെയാണ് ഈ 5 ഘട്ടങ്ങൾ കംപ്ലീറ്റ് ആകുന്നത്. അപ്പോഴേക്കും ഏകദേശം ഒരു 50% വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി ബാലൻസ് 40% കമ്പനിയുടെ സൈഡിൽ നിന്നുള്ള പേയ്മെൻറ്റ് വരും. ഓക്കെ, അപ്പം ഇതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ്? ഇപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ലീഗൽ ലെവലിൽ പല കാര്യങ്ങളും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വീട് പണിയുന്നതിന് വേണ്ടിയിട്ട് അവരുടെ എന്താണ് അവർക്കുള്ള അതിനുള്ള എങ്ങനെയുള്ളവർക്കാണ് നിങ്ങൾ വീട് പണിത് കൊടുക്കുന്നത്? അതിനുവേണ്ടി നിങ്ങളിപ്പോൾ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ്ങോ എല്ലാം നടത്തേണ്ടി വരില്ല, കാരണം ഇന്നത്തെ കാലമാണല്ലോ. അപ്പം എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിന് വേണ്ടിയിട്ട് അവർക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആക്ച്വലി ഒരു ഫിനാൻഷ്യൽ സ്ഥാപനമല്ല. അപ്പോൾ നമുക്ക് ബാങ്കിൻ്റേതായ ഒരു അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. നമ്മൾ ഒരു സർവീസ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി നമ്മളുടെ സൈഡിൽ നിന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഉണ്ടാവും. മീൻസ് അവർക്ക് തിരിച്ചടക്കാൻ കേപ്പബിൾ ആണോ എന്നുള്ളത് നമ്മൾ അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങൾ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ അഗ്രിമെൻ്റ് ഉണ്ടാവും. ഇനീഷ്യലി ഒരു കൺസ്ട്രക്ഷൻ അഗ്രിമെൻ്റ് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് EMIക്ക് ഒരു അഗ്രിമെൻ്റ് ഉണ്ടാവും. EMI സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ 1 മന്ത് മുന്നേ ഒരു EMI അഗ്രിമെൻ്റ് ഉണ്ടാവും. ഈ 2 അഗ്രിമെൻറ്റ്സാണ് മെയിൻലി നമ്മൾ മേടിക്കുന്നത്. വേറെ നമ്മൾ ഈടായിട്ട് വേറെ ആധാരമോ കാര്യങ്ങളോ ചെക്കോ കാര്യങ്ങളോ ഒന്നും നമ്മൾ മേടിക്കുന്നില്ല. ഓക്കെ, അപ്പം ഇത് എത്ര സ്ക്വയർ ഫീറ്റിനൊക്കെ എങ്ങനെയാണ് ചാർജ്? നിങ്ങൾ ഇതിനകത്ത് ചാർജ് വരുന്നത് സ്ക്വയർ ഫീറ്റ് ചാർജസ് ഒക്കെ വെച്ചിട്ടാണല്ലോ നമ്മളൊരു വീട് നിർമ്മിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ക്രൈറ്റീരിയ എങ്ങനെയാണ്? നമ്മൾ EMI പാക്കേജിൽ 1850 മുതൽ സ്റ്റാർട്ടിംഗ് പാക്കേജസ് വരുന്നുണ്ട്. അതായത് ഒരു സ്ക്വയർ ഫീറ്റിന് 1850 മുതൽ ഉള്ള സ്റ്റാർട്ടിംഗ് പാക്കേജസ് ഉണ്ട്. അത് ബേസിക്കലി നമ്മളിപ്പോൾ 3 പാക്കേജാണ് ചെയ്യുന്നത്. 1850 വരുന്നുണ്ട്, 1925, 2025, ഇങ്ങനെ 3 പാക്കേജാണ് നിലവിൽ നമ്മൾ EMIയിൽ ചെയ്യുന്നത്. ഈ 1850 പാക്കേജിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ വർക്കാണ്. അതായത് സ്റ്റാർട്ടിങ് തൊട്ട്, അതായത് ഫൗണ്ടേഷൻ നമ്മൾ കരിങ്കൽ തറയാണ് ചെയ്യുന്നത്. അതായത് സെറ്റ് ഔട്ട് ചെയ്ത് എക്സ്കവേഷൻ കഴിഞ്ഞ് അതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്ത് റബിൾ ഫൗണ്ടേഷനാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ബെൽറ്റ്, പിന്നെ ബ്രിക്ക് വർക്ക്, അതുപോലെ ലിൻഡൽ, സൺഷെയ്ഡ്, സ്ലാബ്, പ്ലാസ്റ്ററിങ്. അതുപോലെ തന്നെ ഫിനിഷിങ്ങിലേക്ക് വരുമ്പോൾ അതിൻ്റെ പെയിൻറ്റിങ്ങിൽ വരുന്നത് നമ്മളുടെ ഒരു കോട്ട് പ്രൈമറും ഒരു കോട്ട് എമൽഷനാണ് വരുന്നത്. പിന്നെ വരുന്നത് സാനിറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നത് സെറ ആൻഡ് ഇക്വലൻ്റ് ആയിട്ടുള്ള ബ്രാൻഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലിൽ നമ്മൾ വി ഗാർഡ്, ഫിനോലെക്സ് അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് വയേഴ്സിന്.
പിന്നെ സ്വിച്ചസിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ ലെഗ്രാൻഡ്, GM, ഇൻഡോവേഷൻ അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ടൈൽസിൽ ഈ 1850 പാക്കേജിൽ അപ് ടു 40 rupees വരെയുള്ള ടൈൽസ് ക്ലയൻറ്റിന് ചൂസ് ചെയ്യാം. അത് കസ്റ്റമേഴ്സിന് അവരുടെ ഏതാണോ അവർക്ക് നിയർ ബൈ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള ഷോപ്പിൽ നിന്ന് അവർക്ക് ചൂസ് ചെയ്യാം. അപ് ടു 40 rupees വരെയുള്ള സ്ക്വയർ ഫീറ്റിന് 40 rupees വരെയുള്ള ടൈൽസ് അവർക്ക് ചൂസ് ചെയ്യും. അപ്പോൾ അതിൽ എക്സ്ട്രാ വരുവാണെങ്കിൽ മാത്രമാണ് എക്സ്ട്രാ ടൈൽസിൻ്റെ പേയ്മെൻറ്റ് അവർ കൊടുക്കേണ്ടി വരുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഡോർസിൻ്റെ കേസ് 1850 പാക്കേജിൽ വരുന്നത് ഫ്രണ്ട് ബാക്കും മരമാണ് വരുന്നത്. ബാക്കിയുള്ള ഫ്രെയിംസ് എല്ലാം കോൺക്രീറ്റ്, കട്ടിലകൾ കോൺക്രീറ്റ് ആണ്. അതിൻ്റെ ഷട്ടേഴ്സ് വരുന്നത് വുഡാണ്. പിന്നെ 1975 പാക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മളതൊരു വുഡൻ പാക്കേജാണ്. അപ്പോൾ അതിൽ മെയിൻലി ഡിഫറൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ജോയിനറീസ് എല്ലാം വുഡാണ്. ഫ്രണ്ട് ഡോർ തേക്കാണ്, ബാക്കിയുള്ള ഡോർസ് എല്ലാം ആഞ്ഞിലി അല്ലെങ്കിൽ മഹാഗണിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ ഫസ്റ്റ് പാക്കേജായിട്ട് ഇതിൽ ഡിഫറൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനിഷിങ്സിലാണ്. പെയിൻറ്റിങ്ങിന് നമ്മൾ 2 കോട്ട് എമൽഷനാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് റെയിൽസ് വരുന്നുണ്ട്, സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽസിൽ പ്രൊവൈഡഡ് ആണ്. പിന്നെ മൂന്നാമത്തെ പാക്കേജാണ് 2025 സ്റ്റീൽ പാക്കേജ്. അതിൽ ഈ രണ്ടാമത്തെ പാക്കേജായിട്ടുള്ള ഡിഫറൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈൽസിൻ്റെ റേറ്റിൽ നമുക്ക് അപ് ടു 50 rupees വരെ ടൈൽസ് ക്ലയൻസിന് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ വിൻഡോസും ഡോർസും എല്ലാം സ്റ്റീലാണ്. സ്റ്റീൽ ഫ്രെയിംസാണ് നമ്മൾ വിൻഡോസിന് യൂസ് ചെയ്യുന്നത്. ഡോർ ഫ്രെയിംസും സ്റ്റീൽസാണ്. ഫ്രണ്ട് ഡോർ ഒന്നല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് സ്റ്റീൽ ഡോർ, കംപ്ലീറ്റ് സ്റ്റീൽ ഡോർ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ തേക്ക് ഡോർ വേണമെങ്കിൽ തേക്ക് ഡോർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതാണ് 3 പാക്കേജിൽ വരുന്ന സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ്. ഓക്കെ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ഈ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ചിലയിടത്ത് നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് ഈ പല കമൻറ്റുകളിലും ഇപ്പോൾ ഇതിങ്ങനെ നിർമ്മിക്കാനാവില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നത് തെറ്റാണ്, അങ്ങനെയുള്ളതൊന്നും അല്ല, ഇത് പറ്റിപ്പാണ്, കളിപ്പാണ്, ഇങ്ങനെയൊക്കെ കുറേ കമൻസുകൾ അപ്പോൾ എല്ലാ മേഖലയിലും വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ചില ആളുകളെ ഏകദേശം ഇപ്പോൾ പറഞ്ഞ അതേ രീതിയിൽ ഏകദേശം ഇതിൽ നിന്ന് അല്പം വ്യത്യസ്തമാക്കിയ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ്റെ ചില പ്രോസസ്സുകൾ ഇതിലൊക്കെ വരുന്ന പരസ്യങ്ങളിൽ പല ആളുകളുടെയും കമൻ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണാറുണ്ട്. കാരണം ഇന്ന് കുറേയധികം എന്താ പറയുക തട്ടിപ്പുകൾ പലപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അതും ഈ പറയുന്നത് അതിനെക്കുറിച്ചുള്ള എന്താണ് പറയാനുള്ളത്? ഇത് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാനും ഇടയ്ക്ക് നമ്മുടെ പേജസൊക്കെ നോക്കുമ്പോൾ അതിൽ നെഗറ്റീവ് കമൻറ്റ്സ് വരാറുണ്ട്, തട്ടിപ്പാണ്. അപ്പോൾ എനിക്കത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സംബന്ധിച്ച് ഒരാൾക്ക് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു സോഷ്യൽ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൽ ഒരാൾക്ക് കയറിയിട്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യാനായിട്ട് വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ ആ കമൻറ്റ് ചെയ്യുന്ന ആൾ ചിലപ്പോൾ നമ്മുടെ കമ്പനിയെ കുറിച്ചുള്ള എൻക്വയറി പോലും ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർക്ക് നേരിട്ടുള്ള വേറെ ആർക്കെങ്കിലും വഴി നേരിട്ടുള്ള അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആ ഒരു കമൻറ്റിലൂടെ നമുക്കൊരു കമ്പനീനെ, ഏത് കമ്പനിയാണെങ്കിലും അത് ജെനുവിനാണോ ഇല്ലയെന്ന് നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല. അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ച് ഇപ്പോൾ എൻക്വയറി ചെയ്യുന്ന ഒരാൾക്ക് ജെനുവിനാണോ എന്ന് മെയിൻലി ഇത് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്ത് ഇപ്പോൾ ഏത് കമ്പനിയാണെങ്കിലും, ഇപ്പോൾ നമ്മളാണെങ്കിലും വേറെ ഏത് കമ്പനിയാണെങ്കിലും അവർ ചെയ്ത വർക്കുകൾ, നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകൾ പോയി കാണുക, നേരിട്ട് ക്ലയൻറ്റായിട്ട് സംസാരിക്കുക, പിന്നെ അവരുടെ കംപ്ലീറ്റഡ് പ്രൊജക്ട്സ് കാണുക. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ജെനുവിനാണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളത്. ഇപ്പോൾ EMI സ്കീം തന്നെ ആണോന്നില്ല, ഇപ്പോൾ നോർമൽ സ്കീമാണെങ്കിലും ഏത് വർക്കാണെങ്കിലും നേരിട്ട് പോയി കാണുക, സംസാരിക്കുക, അവരുടെ കസ്റ്റമേഴ്സിനെ കണ്ട് സംസാരിച്ച് സാറ്റിസ്ഫൈഡ് ആകാൻ നോക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. മീൻസ് കൂടുതലും നമുക്ക് റെഫറൻസ് ആണ് ഇപ്പോൾ കൂടുതലും വന്നിരിക്കുന്നത്. പിന്നെ മാർക്കറ്റിംഗ് വഴി വരുന്നതാണെങ്കിലും നമ്മൾ സംസാരിച്ച് അവർ നമ്മുടെ സൈറ്റിൽ വന്ന് കണ്ട് നമ്മുടെ വർക്ക് കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് എല്ലാവരും തന്നെ അഗ്രിമെൻറ്റ് ചെയ്യാറ്. നിങ്ങളുടെ ക്ലയൻസ് ആയിട്ട്, അതായത് എൻക്വയറി ആയിട്ട് വരുന്ന ആളുകൾക്ക് നിങ്ങളുടെ ഓൺഗോയിങ് പ്രോജക്റ്റുകൾ കാണിക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ആളുകൾക്ക് അവർക്ക് അത് വന്ന് ചെക്ക് ചെയ്യാനും കാണിക്കാനുള്ള അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യം. വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു ജീവിതത്തിൽ ഒരു വീട് വെക്കുകയുള്ളൂ മാക്സിമം. ചില 2 വീട് ആവറേജ് വെക്കുന്നവരുണ്ടാവും. ഒരു 90% ആൾക്കാർ ജീവിതത്തിലെ മീൻസ് ഒരു വീട് വെക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് അതൊരു വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ ആ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അവർ ആലോചിച്ചിട്ട് തന്നെ എടുക്കുകയുള്ളൂ. അപ്പോൾ അത് മീൻസ് ആലോചിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരു 10 പേരോട് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 8 പേരിൽ നിന്ന് ഇത് നെഗറ്റീവ് കമൻറ്റ്സ് വരാം. അപ്പോൾ അത് നമുക്കിപ്പോൾ ഇതൊരു മീൻസ് ക്ലയൻസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ബാങ്ക് ലോൺ എടുക്കുകയാണെങ്കിൽ അവർക്കൊരു 8 to 10% വരെയൊക്കെ എനിക്ക് തോന്നുന്നു ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. 8% മിനിമം കൊടുക്കേണ്ടി വരും ഹോം ലോൺ ആണെങ്കിൽ പോലും നാഷണലൈസ് ബാങ്കിൽ നിന്ന്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഫുൾ എമൗണ്ട് ലോൺ എടുക്കുന്നതിന് പകരം 60% എമൗണ്ട് മാത്രം ലോൺ എടുത്താൽ മതി. ബാലൻസ് 40% അവർക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അതൊരു ബെനിഫിറ്റാണ്. നമ്മളെ സംബന്ധിച്ചും നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ബെനിഫിറ്റാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ
ചെയ്യുവാണെങ്കിൽ അവർക്കും ബെറ്ററാണ്. ഈ ഒരു പ്രോസസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഒരു റിസ്ക് ഫാക്ടർ ശരിക്കും പതിഞ്ഞു കിടപ്പില്ലേ? നല്ലൊരു റിസ്ക് ഫാക്ടർ അതിനകത്തില്ലേ ശരിക്കും പറഞ്ഞാൽ? ഉണ്ട്. കമ്പനീനെ സംബന്ധിച്ച് ഇപ്പോൾ ക്ലയൻറ്റിനെക്കാളും കൂടുതൽ റിസ്ക് ഫാക്ടർ വരുന്നത് കമ്പനിക്കാണ്. കാരണം നമ്മൾ ബാങ്കിലെ പോലെ നമ്മൾ ആധാരമോ കാര്യങ്ങളൊന്നും മേടിച്ചിട്ടല്ല നമ്മൾ ഈ 40% ഇടുന്നത്. ഇതൊരു പരസ്പരമുള്ള ട്രസ്റ്റാണ്. അപ്പോൾ ഇതുവരെയുള്ള കസ്റ്റമേഴ്സ് നമുക്ക് ആരും അങ്ങനെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല. നമുക്ക് പ്രോപ്പറായിട്ട് എല്ലാവരും EMIs അടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന സർവീസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ അവരും നമുക്ക് റിട്ടേൺ പ്രോപ്പറായിട്ട് EMIയും കാര്യങ്ങളും പ്രോപ്പറായിട്ട് അടച്ചു. ഇപ്പോൾ ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് അവരുടെ ഒരു കസ്റ്റമൈസ്ഡ് പ്ലാൻ വെച്ചിട്ട് നിങ്ങൾ വർക്ക് ഇതുപോലെ EMI സ്കീമിൽ ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഒബിയസ്ലി നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ കറക്റ്റ് ഇത്ര സ്ക്വയർ ഫീറ്റ് ഇത്ര ചാർജ് എന്നല്ലാതെ തന്നെ അവരുടെ റിക്വയർമെൻറ്റ് വെച്ചിട്ട് എന്താ പറയുക ആ രീതിക്ക് നിങ്ങൾ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു മോഡൽ നിങ്ങൾ ചെയ്തു കൊടുക്കും? ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനീഷ്യലി നമ്മളെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി ഒരു കസ്റ്റമറിനെ കണ്ട് അവർ ഓക്കെ ആണെങ്കിൽ ഇനീഷ്യലി നമുക്ക് അവർക്ക് അവരുടെ മനസ്സിലുള്ള ഒരു ഐഡിയ വെച്ചിട്ട് എന്താണ് അവർക്ക് വേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം എൻക്വയറി ചെയ്യുന്നത്. അപ്പോൾ ചിലവർക്ക് ബഡ്ജറ്റ് ഒരു കൺസേൺ ആയിരിക്കാം, ചിലവർക്ക് ബഡ്ജറ്റ് ആയിരിക്കില്ല, ചിലവർക്ക് ഇത്ര ഫെസിലിറ്റീസ് വേണം എന്നുള്ളതായിരിക്കും അവരുടെ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ അത് മനസ്സിലാക്കി അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്ലാൻ ഇനീഷ്യലി വരക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനീഷ്യലി ചെയ്യുന്നത്. അപ്പോൾ അതിന് അവർക്ക് നമ്മളുടെ സ്റ്റാഫ് ആർക്കിടെക്റ്റ് ആയിട്ടുള്ളൊരു സെഷൻ ഉണ്ടാവും. കോൺടാക്ട് ചെയ്ത് അവരുടെ റിക്വയർമെൻറ്റ്സ് പറയുന്നു, എന്തൊക്കെ വേണം എന്നുള്ള റിക്വയർമെൻറ്റ്സ് പറഞ്ഞ് ആ റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഇനീഷ്യലി ഒരു 2D പ്ലാൻ ഫൈനലൈസ് ചെയ്യുകയാണ്. ഈ 2D വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സപ്പോസ് അവർക്ക് ചിലപ്പോൾ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കേണ്ടി വരുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ലോക്കലി ആയിരിക്കും ചെയ്യുന്നത്. ബിൽഡിംഗ് പെർമിറ്റ് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3D ഡിസൈൻ, ഈ ബിൽഡിങ്ങിൻ്റെ കംപ്ലീറ്റ് എക്സ്റ്റേണൽ 3D നമ്മൾ ഫൈനലൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ പല ഡിസൈൻസ് വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടംപററി ഡിസൈൻസ്, ചിലവർക്ക് ട്രഡീഷണലിനോടായിരിക്കും കൂടുതൽ താല്പര്യം. കൂടുതലും ആൾക്കാർ കണ്ടംപററി ഡിസൈനോടാണ് കൂടുതലിപ്പോൾ ഒരു ട്രെൻഡിങ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ 3D ഫൈനലൈസ് ചെയ്ത് കൊടുക്കുന്നു. ഇത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ കൺസ്ട്രക്ഷനിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ചിലപ്പോൾ ലോൺ പേർപ്പസിന് നോക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് അവർക്ക് ബാങ്ക് എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മളതും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിലവിൽ നിങ്ങൾ എവിടെയെല്ലാം പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്? കേരളം മുഴുവൻ നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടോ? കേരളം മുഴുവൻ നമ്മളിപ്പോൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന എറണാകുളം, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, അതുപോലെ തന്നെ പത്തനംതിട്ട, പാലക്കാട്, തൃശ്ശൂർ. ഈ സെൻട്രൽ കേരളയാണ് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾ കേരള വർക്ക് ചെയ്യാൻ നമ്മൾ പ്ലാൻ ഉണ്ട്. മീൻസ് കറൻ്റ്ലി നമ്മൾ സെൻട്രൽ കേരളയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. EMI സ്കീമിലല്ലാതെ നോർമൽ ആയിട്ടുള്ള സ്കീമിലും നിങ്ങൾ വർക്കുകൾ ചെയ്യുന്നുണ്ട്? നമ്മൾ നോർമൽ സ്കീം വർക്കുകളും ചെയ്യുന്നുണ്ട്. നമുക്ക് 1800 മുതൽ തുടങ്ങുന്ന പാക്കേജുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഏതൊക്കെയാണ് ഒന്ന് പറയാമോ? 1800 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് സ്റ്റാർട്ടിംഗ് പാക്കേജാണ്. അതിൽ ഈ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ റബിളാണ്, പിന്നെ ബ്രിക്ക് വർക്ക് അപ് ടു പ്ലാസ്റ്ററിങ് വരെയുള്ള വർക്കുകൾ. പിന്നെ ഫിനിഷിങ്ങിൽ വരുമ്പോൾ അതിൽ വരുന്നത് പെയിൻറ്റിങ്, ഒരു കോട്ട് പ്രൈമറും ഒരു കോട്ട് എമൽഷനും വരും. അതുപോലെ തന്നെ ടൈൽസ് 40 rupees അപ് ടു 40 rupees വരെയുള്ള ടൈൽസ് യൂസ് ചെയ്യാം. പിന്നെ ഇത് സാനിറ്ററി, സെറ ഇക്വലൻ്റ് ആയിട്ടുള്ള ബ്രാൻഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഓൾമോസ്റ്റ് സിമിലർ, നമ്മുടെ EMI പാക്കേജിന് സിമിലർ ആണ്, ചെറിയ സ്പെസിഫിക്കേഷനിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അതിൽ. പിന്നെ അതിൽ നമ്മൾ കിച്ചൻ്റെ ഇൻറ്റീരിയർ വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇൻറ്റീരിയർ വർക്കും കൂടി ഇൻക്ലൂഡഡ് ആണ് 1800 നോർമൽ സ്കീം പാക്കേജിൽ വരുന്നത്. പിന്നെ അടുത്ത പാക്കേജ് 1950 പാക്കേജാണ്. അതിൽ ഇതുപോലെ തന്നെ സെയിം വുഡിൻ്റെ പാക്കേജാണ് പറഞ്ഞത്. ഫ്രണ്ട് ഡോർ തേക്കാണ്, ബാക്കിയുള്ള ഡോർസ് എല്ലാം ആഞ്ഞിലി മഹാഗണിയാണ്. പിന്നെ അതിൽ നമ്മൾ അതും കിച്ചൻ്റെ ഇൻറ്റീരിയർ വർക്കാണ്. കിച്ചൻ്റെ ഇൻറ്റീരിയർ വർക്ക് അതിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ 2200 ഒരു ലക്ഷറി പാക്കേജ് വരുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ ക്ലയൻറ്റിന് വുഡ് അല്ലെങ്കിൽ സ്റ്റീൽ ഡോസ് ചെയ്തോണെങ്കിൽ ചൂസ് ചെയ്യാം. പിന്നെ അതിൽ ഫുൾ ഇൻറ്റീരിയറാണ് വരുന്നത്. അതായത് കിച്ചൺ, ബെഡ്റൂമിലെ വാർഡ്രോബ്സ്, അതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. വീട് പണിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും സ്വപ്ന ഭവനമാണ് ഇതൊക്കെയാണ്. അപ്പോൾ പല ആളുകളും എന്താ ചെയ്യുക, സ്വന്തമായിട്ട് വീട് പണിയുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നോക്കുമ്പോൾ ഈ പറയുന്ന പല കോസ്റ്റുകളും വരുന്നില്ല. ഇവർക്ക് പരിചയമുള്ള, ഇവർക്ക് വേണ്ട ആളുകൾ കണക്ട് ചെയ്ത് അത്തരത്തിൽ ലേബർ വർക്കൊക്കെ ഇവർ തന്നെ മാനേജ് ചെയ്ത് ഇവർ തന്നെ കോൺട്രാക്റ്റുകൾ കൊടുത്ത് അത്തരത്തിൽ വീടുകൾ സ്വന്തമായിട്ട് പണിയാറുണ്ട് പല ആളുകളും. അപ്പം അത് കുറച്ചും കൂടെ ലാഭകരമാണ് എന്ന രീതിയിലുമൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വന്തമായിട്ട് ഒരാൾ വീട് പണിയുന്നതും അതേപോലെ തന്നെ നിങ്ങളെപ്പോലത്തെ ഒരു ഫേം, ഒരു കമ്പനി വീട് പണിത് കൊടുക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഒരു വീട് പണിയുന്ന ഒരാളെ സംബന്ധിച്ച് 3 രീതിയിൽ ആൾക്ക് പണിയാം. ഒന്ന്, ലേബർ കോൺട്രാക്റ്റ് കൊടുത്തിട്ട് മെറ്റീരിയൽ സ്വയമേ ക്ലയൻറ്റ് തന്നെ മെറ്റീരിയൽ എടുത്ത് കൊടുക്കുന്ന രീതിയിൽ ചെയ്യാം. 2, ഇതിനെ മെറ്റീരിയൽ നമ്മൾ എടുത്ത് കൊടുത്തിട്ട് ലേബറിനെ, അതായത് തച്ചിന് ഡെയിലി വേജസിന് നിർത്തിയിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് കൊടുക്കാം.
3 ഇതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനീനെ ഏൽപ്പിച്ചിട്ട് കംപ്ലീറ്റ്ലി അവരെ കമ്പനീനെ ഏൽപ്പിച്ചിട്ട് ഡിസൈനിങ് അടക്കം കമ്പനീനെ ഏൽപ്പിച്ചിട്ട് ഫുള്ളി അവരെ ഏൽപ്പിച്ചിട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. ഇങ്ങനെ 3 രീതിയിലാണ് കൺസ്ട്രക്ഷൻ വർക്ക്, ഒരു വീടിൻ്റെ വർക്ക് നോർമലി നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ എല്ലാത്തിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇനീഷ്യലി നമ്മളൊരു കസ്റ്റമറെ സംബന്ധിച്ച് കസ്റ്റമർ ലേബർ കോൺട്രാക്റ്റ് കൊടുത്തിട്ട് മെറ്റീരിയൽ എടുത്ത് ചെയ്യുവാണെങ്കിൽ അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ നമുക്ക് ക്ലയൻറ്റിന് എല്ലാം അവർക്ക് തന്നെ എല്ലാം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ലേബർ കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ ഈ ലേബർ കോൺട്രാക്റ്റ് പല ടൈപ്പ് ലേബർ കോൺട്രാക്ട്സ് നമ്മൾ ചെയ്യേണ്ടി വരും. സിവിൽ വർക്കിന് ഒരു ലേബർ കോൺട്രാക്റ്റ്, ചിലപ്പോൾ സിവിൽ വർക്കിൽ തന്നെ റബ്ബർ വർക്കിന് ഒരു ലേബർ, ബ്രിക്ക് വർക്കിന് ഒരു ലേബർ കോൺട്രാക്റ്റ്, പ്ലാസ്റ്റിക്കിന് ഒരു ലേബർ കോൺട്രാക്റ്റ്, ഷട്ടറിങ് ആൻഡ് കോൺക്രീറ്റിന് ഒരു ലേബർ കോൺട്രാക്റ്റ്. അവിടെ തന്നെ നമുക്ക് 4 ടൈപ്പ് ഓഫ് ലേബർ കോൺട്രാക്ട്സ് അവിടെ വരും. പിന്നെ വരുന്ന ഇലക്ട്രിക്കൽ MEP, ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിന് ഒരു ലേബർ കോൺട്രാക്റ്റ്, പെയിൻറ്റിങ്ങിന് ഒരു കോൺട്രാക്ടർ, ടൈലിങ്ങിന് ഒരു കോൺട്രാക്ടർ, അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്ക് ഉണ്ടെങ്കിൽ അതിനൊരു കോൺട്രാക്ടർ, ഫാബ്രിക്കേറ്റേഴ്സ്, പിന്നെ വുഡ് ഈ പറഞ്ഞ പോലെ നമുക്ക് വുഡും 2 രീതിയിൽ എടുക്കാം. ഒന്നല്ലെങ്കിൽ റെഡിമെയ്ഡ് വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ മരം എടുത്ത് അർപ്പിച്ച് സീസൺ ചെയ്ത മരം ഒക്കെ ചെക്ക് ചെയ്ത് അർപ്പിച്ച് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കോൺട്രാക്ടേഴ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം അതിൽ വരും. കാരണം ഇവർ തമ്മിൽ ഈ കോൺട്രാക്ടേഴ്സ് തമ്മിലൊരു ചില വർക്കുകൾ അവർ തമ്മിൽ തന്നെ ഒരു കോർഡിനേഷൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഇപ്പോൾ ക്ലയൻ്റാണ് മാനേജ് ചെയ്യുന്നത്, ക്ലയൻ്റ് അത് വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ കേസ് ഇപ്പോൾ ലേബർ കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ ഇവർ രാവിലെ വർക്കിന് വരും. അപ്പോൾ മെറ്റീരിയൽസ് നമ്മൾ അതിന് മുന്നേ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമായിരിക്കും, ക്ലയൻസിൻ്റെ ഉത്തരവാദിത്വമായിരിക്കും. മെറ്റീരിയൽസ് ഇല്ലാതെ ഇപ്പോൾ അവർ നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് ലേബർ കോൺട്രാക്ടറിന് നഷ്ടം വരും. ഒന്നല്ലെങ്കിൽ അവർ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ചോദിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ വർക്ക് ഇട്ടിട്ട് പോകും, അവർക്ക് മുതലാതാകുമ്പോൾ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ ഇപ്പോൾ എല്ലാവരും ചിലപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, വേറെ വർക്കിന് പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് പല ദിവസങ്ങളിലും ഓൾമോസ്റ്റ് വർക്ക് നടക്കുന്നതിൻ്റെ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 50% ഡേയ്സ് എങ്കിലും ഇവർക്ക് ലീവ് എടുത്ത് നിൽക്കുന്നതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ടൈം മാനേജ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതൊരു ബെറ്റർ ഓപ്ഷനാണ്. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ ഇത്രയും കോൺട്രാക്ടേഴ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഈ കോൺട്രാക്ടേഴ്സിൻ്റെ എല്ലാം റേറ്റും നമ്മൾ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ അവർ പറയുന്ന റേറ്റ് കൂടുതലാണോ കുറവാണോ നമുക്ക് അറിയണ്ടാവില്ല. അപ്പോൾ അത് ഓരോ കോൺട്രാക്ടേഴ്സിനെയും ഒരു 3 കൊട്ടേഷനെങ്കിലും എടുത്ത് കമ്പയർ ചെയ്ത് റേറ്റും കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ കോൺട്രാക്ടറിനെ ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ രണ്ടാമത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേബറിനെ മീൻസ് ഡെയിലി വേജസിൽ നിർത്തിയിട്ട് ചെയ്യുന്നൊരു കാര്യം. അത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു മെയ്സൺ നിന്ന് കഴിഞ്ഞാൽ ഒരു ലേബർ നിന്ന് കഴിഞ്ഞാൽ ആളുടെ കയ്യിൽ നിന്ന് ഒരു ദിവസം എത്ര ഔട്ട്പുട്ട് കിട്ടണം എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഇപ്പോൾ ഒരു മെയ്സൺ നിൽക്കണം, ബ്രിക്ക് വർക്കിന് ഒരു മെയ്സൺ നിൽക്കണം, ആളൊരു ദിവസം ഒരു 200 കട്ട ബ്രിക്ക് വർക്ക് ലേ ചെയ്യണം എന്നുള്ളൊരു കണക്ക് നമ്മുടെ കയ്യിലുണ്ട്, നമുക്കറിയാം. നമ്മൾ പക്ഷേ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ച് ചിലപ്പോൾ അത് അറിയണമെന്നുണ്ടാവില്ല. അപ്പോൾ അവർ ആളെ നിർത്തുന്നു, ഡെയിലി വേജസ് നിർത്തുന്നു, വൈകിട്ടാകുമ്പോൾ അതായത് 8 മണിക്ക് തുടങ്ങുന്നു, 5 മണിയാകുമ്പോൾ കൈ എഴുതുന്നു, അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നു. പക്ഷേ അവിടെ എന്തോരം വർക്ക് നടന്നുള്ള ചിലപ്പോൾ ഇവർ നോക്കുന്നുണ്ടാകാം, പക്ഷേ അവർ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. മീൻസ് ആ വർക്ക് എല്ലാം ഫൈനലായി കഴിയുമ്പോഴായിരിക്കും ഈ ലേബർ കോസ്റ്റ് എല്ലാം കൂട്ടുമ്പോഴായിരിക്കും ഫൈനലായിട്ട് ഇത്ര എമൗണ്ട് ആയോ എന്നുള്ളൊരു കണക്ക് അവർക്ക് വരുന്നത്. അപ്പോൾ ഡെയിലി വേജസ് നിർത്തുമ്പോൾ വേറൊരു കാര്യങ്ങളുണ്ട്. ഈ ലേബേഴ്സ് പ്രോപ്പറായിട്ടുള്ള ലേബേഴ്സ് അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ ദിവസം നിൽക്കുമ്പോഴാണ് അവർക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. ചിലപ്പോൾ ഒരു ദിവസത്തെ വർക്ക് ചിലപ്പോൾ ഒരു 2 ദിവസത്തെ വർക്ക് ആക്കിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ വരും. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽസ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഈ മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യുന്നതും ഒരു ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഈ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി നോക്കി ഓരോ സ്ഥലങ്ങളിൽ പോയി എൻക്വയറി ചെയ്ത് ബെസ്റ്റ് ക്വാളിറ്റിയിൽ ബെറ്റർ മെറ്റീരിയൽ എവിടെ നിന്നാണ് കിട്ടുന്നുള്ള കാര്യങ്ങൾ നോക്കി അറേഞ്ച് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു കമ്പനീനെ അല്ലെങ്കിൽ ഒരു ഫേമിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് സംബന്ധിച്ച് അത് അങ്ങനെ ചെയ്യുമ്പോൾ ആ കോൺട്രാക്ടർ അല്ലെങ്കിൽ ആ കമ്പനി അവരുടേതായ സർവീസ് ചാർജ് എന്തായാലും എടുക്കും. അതെന്തായാലും, കാരണം ഇത്രയും കാര്യങ്ങൾ മാനേജ് ചെയ്യണമെങ്കിൽ അവരുടേതായ സർവീസ് ചാർജ് എന്തായാലും ഉണ്ടാവും. പക്ഷേ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ച് ആ സർവീസ് ചാർജ് അവരെടുത്താൽ പോലും ചിലപ്പോൾ കമ്പനിക്ക് ഈ ഒരു വർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ആ കോൺട്രാക്ടറിന് ആ ഒരു വർക്ക് മാത്രമായിരിക്കില്ല, അവർക്ക് ഒരുപാട് വർക്കുകൾ ആ ഒരു ഏരിയയിലും പല ഏരിയാസിലും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് ഒരുപാട് കോൺടാക്ട്സ് ഉണ്ടാവും. ലേബർ വൈസ് ആണെങ്കിലും മെറ്റീരിയലിൻ്റെ വൈസ് ആണെങ്കിലും ഒരുപാട് കോൺടാക്ട്സ് ഉണ്ടാവും. അപ്പോൾ ബെറ്റർ റേറ്റിൽ ക്ലയൻറ്റിന് കിട്ടുന്നതിനെക്കാട്ടും ഒരുപാട് കുറവ് ഡിസ്കൗണ്ടിൽ ഈ കോൺട്രാക്ടർക്ക് അല്ലെങ്കിൽ ഈ ബിൽഡറിന്, കോൺട്രാക്ടർക്കാണെങ്കിൽ കൂടുതൽ ബിൽഡേഴ്സിനാണ് കിട്ടുന്നത്, കാരണം രജിസ്റ്റേർഡ് കമ്പനിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ആ ബെറ്റർ റേറ്റിൽ മെറ്റീരിയൽ കിട്ടും. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ക്ലയൻറ്റ് ചെയ്യുന്നതിനെക്കാട്ടി ഒരുപാട് കോസ്റ്റ് കുറവിൽ, ഒരു
20-30% കോസ്റ്റ് കുറവിൽ തന്നെ ഇവർക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആ 20-30% ഒരു 5-10% വരെ ആയിരിക്കും ചിലപ്പോൾ കമ്പനീസ് സർവീസ് ചാർജ് ആയിട്ട് എടുക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ബെനിഫിറ്റാണ് കമ്പനീനെ സംബന്ധിച്ചും അല്ലെങ്കിൽ കോൺട്രാക്ടറെ സംബന്ധിച്ചും ബെനിഫിറ്റാണ്, ക്ലയൻറ്റിനെ സംബന്ധിച്ചും ബെനിഫിറ്റാണ്. പിന്നെ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ പുറകെ കൂടുതലായിട്ട് നിൽക്കേണ്ടി വരില്ല. കാരണം അവർക്ക് അവരുടെ ജോലി ചെയ്ത് പോവാം. ജസ്റ്റ് വർക്ക് മാത്രം ഈവനിങ് വരുമ്പോഴോ അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് മാത്രം ഒന്ന് ജസ്റ്റ് മോണിറ്റർ ചെയ്താൽ മാത്രം മതി. പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് കോൺട്രാക്ടറിനോടോ അല്ലെങ്കിൽ ബിൽഡറിനോടോ ഡയറക്റ്റ് പറയാം, ഇത് ശരിയായിട്ടില്ല കേട്ടോ, ഇതിങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ബിൽഡറിൻ്റെ അല്ലെങ്കിൽ കോൺട്രാക്ടറിൻ്റെ ആണ്. അപ്പോൾ അതാണ് ഇത് മൂന്നും തമ്മിലെ ഡിഫറൻസ്. അപ്പോൾ അത് ഓരോരുത്തരുടെ മെൻറ്റാലിറ്റി മീൻസ് അവരുടെ ടൈമൊക്കെ അനുസരിച്ച് അവർക്ക് ഡിസൈഡ് ചെയ്യാൻ തോന്നും എങ്ങനെ വേണം വർക്ക് കൊടുക്കുക എന്നുള്ളത്. ഡെയിലി വേജസിന് കൊടുക്കുന്നത് എന്തായാലും എൻ്റെ ഒരു സജഷനിൽ ഒട്ടും ആപ്റ്റായിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ സമയമുള്ളവരാണെങ്കിൽ ലേബർ കോൺട്രാക്റ്റ് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള ഒരു ടൈം നമ്മൾ കണ്ടെത്തേണ്ടി വരും. അതിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിൽഡറിനെ അല്ലെങ്കിൽ കോൺട്രാക്ടറിനെ വിശ്വസിക്കാൻ പറ്റും, ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ബിൽഡറിനെ വർക്ക് കൊടുത്ത് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ നമ്മളൊരു ബിൽഡറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ കോൺട്രാക്ടറിൻ്റെ അടുത്ത് വർക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ ഇവർക്ക് കൂടുതലായിട്ട് ഈ വർക്കിൻ്റെ ക്വാളിറ്റി, പിന്നെ അതുപോലെ തന്നെ ഇനി എന്തൊക്കെ വർക്കുകളാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഇവർക്ക് പ്ലാൻ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടും. അല്ലാതെ നമ്മൾ മീൻസ് അവർ തന്നെ ലേബർ കോൺട്രാക്ട് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് തിങ്ക് ചെയ്യാനുള്ള ടൈം ചിലപ്പോൾ ഇവർക്ക് കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ നാളെ എന്ത് മെറ്റീരിയൽ ഇറക്കണം എന്നുള്ളതായിരിക്കും ഇന്നത്തെ ചിന്ത. അല്ലെങ്കിൽ മറ്റന്നാൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത വർക്കറിനെ കണ്ടുപിടിക്കണമല്ലോ എന്നുള്ള മൈൻഡിലായിരിക്കും ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല കാര്യങ്ങളും വർക്കിൻ്റെ പരമായ പല കാര്യങ്ങളും അവിടെ മിസ്സാവാൻ ചാൻസസ് കൂടുതലുണ്ട്. എപ്പോഴും ക്ലയൻറ്റും ആർക്കിടെക്റ്റും അല്ലെങ്കിൽ ബിൽഡറായിട്ടുള്ളൊരു റിലേഷനിൽ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ബിൽഡറിനെ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനെ സംബന്ധിച്ച് പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിലാ വീട് ആയി, മീൻസ് ഇങ്ങനെ വരും എന്നുള്ളൊരു ഐഡിയ അവർക്ക് കിട്ടി. പക്ഷെ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ച് ചിലപ്പോൾ പ്ലാൻ ഇനീഷ്യലി 2D പ്ലാൻ അല്ലെങ്കിൽ 3D കിട്ടുമ്പോൾ ഇതെങ്ങനെ വരും എന്നുള്ളൊരു വിഷ്വലൈസേഷൻ അവർക്ക് കിട്ടിയെന്ന് വരില്ല. പലപ്പോഴും വീട് പണിത് വരുമ്പോഴാണ് ഓക്കെ ഇത് റൂംസ് ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു ഐഡിയ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് ആ ടൈമിൽ അത് ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു ടൈം അവർക്ക് വേണം. അവർ ഫ്രീ ആയിരിക്കണം. ഓൾറെഡി അവർക്ക് വർക്കിൻ്റെ ടെൻഷൻസ് വേറെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഈ വർക്ക് മാനേജ് ചെയ്യാനുള്ള ടെൻഷൻ വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് തിങ്ക് ചെയ്യാനായിട്ടുള്ള ടൈം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത് ഓവറോൾ ബിൽഡിങ്ങിൻ്റെ ക്വാളിറ്റിനെയും അത് ബാധിക്കാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ വീട് പണിയുമ്പോൾ കരിക്കൽ തറ വെച്ചിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ തന്നെ പല രീതിയിലുള്ള ഭൂമികളുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ എന്താ പറയുന്നത്, കുറച്ചും കൂടെ ബലമുള്ള ഭൂമി, അല്ലെങ്കിൽ ചിലയിടത്ത് വളരെ ലൂസായിട്ടുള്ള മണ്ണുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ലേ വേണ്ടി വരുന്നത്? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളെ പാക്കേജിൽ പറയുന്നത് നമ്മൾ റബ്ബർ ഫൗണ്ടേഷനാണ്. എന്നാൽ പോലും നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്കവേഷൻ ചെയ്യുന്ന സമയത്ത് മണ്ണിൻ്റെ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കും. അപ്പോൾ അത് ട്രെഞ്ച് ഇൻസ്പെക്ഷൻ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ആ ഫൗണ്ടേഷൻ അവിടെ പറ്റില്ലെങ്കിൽ നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യും, ഇവിടെ സെപ്പറേറ്റ് ഫൗണ്ടേഷൻ വേണം എന്നുള്ളത് നമ്മൾ സജസ്റ്റ് ചെയ്യും. പിന്നെ അത് മാത്രം കഴിഞ്ഞാൽ ഒരുപാട് മോശം നമുക്കിപ്പോൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും സോയിലിൻ്റെ കണ്ടീഷൻ. അപ്പോൾ അത് സോയിൽ കണ്ടീഷൻ മോശമാണെങ്കിൽ നമ്മൾ സോയിൽ ടെസ്റ്റാണ് സജസ്റ്റ് ചെയ്യുന്നത്. സോയിൽ ടെസ്റ്റ് സജസ്റ്റ് ചെയ്ത് അതിൽ പ്രകാരം വരുന്ന റിപ്പോർട്ട് പ്രകാരമുള്ള ഫൗണ്ടേഷനാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ EMA ഇതൊക്കെ ചെയ്യുമ്പോൾ പല ആളുകൾക്കും ഒരു കൺസേൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ EMA സ്കീമിലൊക്കെ ചെയ്യുമ്പോൾ മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറയുന്നതിൽ എത്രമാത്രമാണ് നമ്മൾ അതിനകത്ത് പ്രിഫർ ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം ISI മുദ്രയുള്ള ബെസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇപ്പോൾ റേറ്റ് വൈസ് നോക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന റേറ്റിൽ ചിലപ്പോൾ ക്ലയൻസിന് ആ മെറ്റീരിയൽസ് കിട്ടണമെന്നില്ല. എന്നാൽ പോലും പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കസ്റ്റമറെ ശരിക്കും ബോധ്യപ്പെടുത്തി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇനീഷ്യലി അഗ്രിമെൻറ്റിലുള്ള മെറ്റീരിയൽസ് എന്താണോ ആ മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മളുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്റ്റേജിലും ക്വാളിറ്റി ചെക്ക് റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് പ്രകാരം സൈറ്റ് എഞ്ചിനീയർ ചെക്ക് ചെയ്യും. അത് ക്ലയൻറ്റിനെ കൂടി ബോധ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് തന്നെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് ചോദിക്കാനുള്ളത്, നമ്മൾ വീട് എന്ന് പറയുന്നത് എല്ലാ ആളുകളുടെയും സ്വപ്നമാണ്. അപ്പോൾ പലപ്പോഴും ജീവിതത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ കൂടി വന്ന ഒരു 1-2 തവണയാണ് സാധാരണ ആളുകൾ വീട് പണിയുക എന്നത്. അപ്പോൾ ഈ വീട് പണിയുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ട് എന്തിൻ്റെയും മുമ്പ് ഒരു പ്രീ പ്ലാൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൻ്റെ സമ്പത്ത് വെച്ച് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാനുണ്ടോ? അതായത് വീട് പണിയുന്നതിന് മുമ്പ് എത്രമാത്രം അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമ്പോൾ എക്കണോമിക്കൽ വൈസ്, അതായത് അവർക്ക് ഇരിക്കുന്ന ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ അവരുടെ നീഡിൻ്റെ അടിസ്ഥാനത്തിലും
എത്രമാത്രമാണ് ഒരു വീട് പണിയാൻ നേരത്ത് അവർ ശ്രദ്ധിക്കേണ്ടത്, പ്രീ പ്ലാൻ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീട് പണിയാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതിനൊരു 3 മാസം മുന്നെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യണം. അതായത് ഇനീഷ്യലി അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് വീടൊക്കെ പോയി കണ്ട്, മീൻസ് അല്ലെങ്കിൽ കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് റിവ്യൂ ചെയ്ത് എങ്ങനെയൊക്കെ വേണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് ആദ്യം, മീൻസ് ക്ലയൻറ്റിൻ്റെ മനസ്സിൽ ആദ്യം വരണം. അത് വെച്ചിട്ട് നമ്മൾ ഇനീഷ്യലി ഒരു പ്ലാൻ വരക്കണം. ആദ്യം 2D പ്ലാൻ വരച്ചിട്ട് പിന്നെ അതിൻ്റെ 3D ഡിസൈനിങ്, പിന്നെ ഇൻറ്റീരിയർ എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് വെച്ച് പിന്നെ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം. ബിൽഡിംഗ് പെർമിറ്റ് ഇപ്പോൾ K-Smart വഴി നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. പിന്നെ സങ്കേതം ആപ്പ് വഴിയൊക്കെ ആയിരുന്നു എടുക്കുന്നത്. ഇപ്പോൾ പിന്നെ അത്രയും നമുക്ക് ടൈം വരുന്നില്ല. ഒരു 1-2 ഡേയ്സ് ഒക്കെ കൊണ്ട് പേപ്പേഴ്സ് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടും. അപ്പോൾ ഇതെല്ലാം ഇനീഷ്യലി എടുത്തു വെച്ചിട്ട് പിന്നെ ബാങ്ക് ലോൺ അപേക്ഷിക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്ത് അവരുടെ പ്രോസസ്സിങ് കഴിഞ്ഞാലാണ് ബാങ്ക് ലോൺ കിട്ടുള്ളൂ. അപ്പോൾ അതിന് ചിലപ്പോൾ ഒരു 1-2 മന്ത്സ് ഒക്കെ ടൈം എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി ഒരു 3 മന്ത്സ് മുന്നെങ്കിലും നമ്മൾ പ്ലാനിങ് ചെയ്ത് തുടങ്ങും. ഇപ്പോൾ നല്ലൊരു വീട് നമ്മൾ പണിയുന്നു. അപ്പോൾ നല്ലൊരു വീട് പണിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ പറഞ്ഞത് കൂടാതെ എനിക്ക് തോന്നുന്നു അവിടെയുള്ള വ്യക്തികളുടെ എണ്ണം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇവരുടെ ഏജ്, ഇതൊക്കെ അതിനകത്ത് വലിയൊരു ബാധകമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റൂംസ് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നിടത്തൊക്കെ അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയാണ് സജഷൻ കൊടുക്കാനുള്ളത്? ഇപ്പോൾ പലപ്പോഴും എനിക്കറിയാം പല ആളുകളും, എനിക്ക് തന്നെ പരിചയമുള്ള ചില ആളുകളുണ്ട്, ചിലവരുടെ വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചില വലിയ പല ഐഡിയകളൊക്കെ വെച്ചങ്ങ് പണിയും. ഇത് പണിത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുമ്പോൾ വീടിന് ആഡംബരവും ഭംഗിയുണ്ടാവും. പക്ഷെ അവരുടെ ശരിയായൊരു യൂസേജ്, അവരുടെ ഒരു നീഡ് എന്ന് പറയുന്നിടത്ത് പലപ്പോഴും കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു. അതുപോലെ തന്നെ തിരിച്ചും ചില ആളുകൾ പ്രോഫിറ്റ് നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, കുറഞ്ഞ രീതിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഇത് പോരാ, ഇതിനേക്കാളും വളരെയധികം നന്നായിട്ട് ഇച്ചിരി കൂടെ വലുപ്പമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഉതകുന്നില്ലല്ലോ, ഈ ഒരു കണ്ടീഷനൊക്കെ വരാറുണ്ട്. അപ്പം അത്തരത്തിൽ നമ്മളൊരു വീട് പണിയുന്നതിന് മുമ്പ് ഞാനിപ്പോൾ പറഞ്ഞ ഈ 3 മാസം മുമ്പ് പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ അതിനേക്കാൾ ഉപരി അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവർ ചിന്തിക്കണം, ഒരു വീട് പണിയുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കണം, എങ്ങനെയൊക്കെ വേണം അവർ പ്ലാൻ ചെയ്യാൻ, ഏതൊക്കെ രീതിയിൽ നോക്കണം എന്നതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ അത് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു ഗുണമായിരിക്കും. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്, മോഹൻലാൽ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു വീട് ആഗ്രഹിക്കുന്നതിനെ കൂടുതൽ ആ വീട് നമ്മളെയും കൂടി ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ ബഡ്ജറ്റ് അതിലൊരു ഘടകമായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ ആ ബഡ്ജറ്റിൽ നമുക്ക് നമ്മളുടെ എന്തൊക്കെ സൗകര്യങ്ങൾ, നമുക്ക് വേണ്ട സൗകര്യങ്ങൾ എങ്ങനെയൊക്കെ ആ ബഡ്ജറ്റിൽ ഒതുക്കാം എന്നുള്ളതാണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു നല്ലൊരു ബിൽഡറിൻ്റെ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിൻ്റെ സേവനം തീർച്ചയായിട്ടും ഉപകരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആളുടെ ഒരു സജഷൻ വെച്ചിട്ട് വേണം നമ്മളിത്, മീൻസ് ക്ലയൻറ്റ് പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാവരും സെയിം ആവണമെന്നില്ല. ഇപ്പോൾ അസീഫ് പറഞ്ഞ പോലെ ചിലവർക്ക് ലക്ഷറി ആയിട്ടുള്ള റൂം സ്പേസ് വേണമെന്നുണ്ടാവും. പക്ഷേ ചിലവർക്ക്, മീൻസ് ചില ക്ലയൻസിന് ചിലപ്പോൾ റൂംസ് നോർമലി ഉള്ള റൂം മതി, പക്ഷേ എനിക്ക് ലിവിങ് കുറച്ച് വലുതായിരിക്കണം, ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ളൊരു സ്പേസൊക്കെ വേണം. അപ്പോൾ അവരുടെയും കൂടി റിക്വയർമെൻറ്റിന് അനുസരിച്ചാണ് ഇപ്പോൾ നമ്മളാണ് വരയ്ക്കുന്നതെങ്കിൽ നമ്മളെങ്ങനെയാണ് വരച്ചു കൊടുക്കുക. അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ആർക്കിടെക്റ്റുള്ളൊരു കോൺവെർസേഷൻ വഴി അത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനീഷ്യലി നമ്മളുടെ വർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞാൽ ഈ ആർക്കിടെക്റ്റുമായിട്ട് ഇവരുടെ നീഡും കാര്യങ്ങളും ഒരു ഓപ്പൺ ടോക്കിലൂടെ ഡിസ്കസ് ചെയ്ത് വേണം തീരുമാനമെടുക്കാൻ. അതെ, തീർച്ചയായിട്ടും അങ്ങനെ വേണം. കാരണം ആർക്കിടെക്റ്റിന് അത് കൂടുതൽ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്സ് പറയുമ്പോൾ തന്നെ ആർക്കിടെക്റ്റിൻ്റെ മനസ്സിൽ ഓൾറെഡി ആ വീട് വന്നു. പിന്നെ അത് വരച്ച് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ക്ലയൻസിനെ ഒന്നും കൂടി റിവ്യൂ ചെയ്യാം. ക്ലയൻസിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ വീണ്ടും അതിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ പ്ലാൻ ഫൈനലൈസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ടോണി. അപ്പോൾ വീട് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും അനുസരിച്ചിട്ട് നല്ലൊരു വീട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരുപാട് പ്രോജക്റ്റുകൾ നടത്തിക്കൊടുത്തിട്ടുള്ള ആളാണ് ടോണി ജോർജ്. അദ്ദേഹം ഡൊമോസ്കേപ്പ് കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ MD ആണ്. അപ്പോൾ നിങ്ങൾക്കും ഈ പറയുന്ന പോലെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായിട്ട് അദ്ദേഹത്തിനെ കണക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ടോണി. ഓക്കെ, താങ്ക് യു.